ഹായ് മക്കളെ, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ട്. ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സീക്വൻസിലെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ടുമാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും പക്കയായിട്ട് ആ വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. മാത്തമാറ്റിക്സിനകത്ത് ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഏത് ചാപ്റ്ററാണ് അടുത്ത് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് ആദ്യമേ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പ്രോബ്ലത്തിലേക്ക് പോവാം. പക്കയായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം പഠിച്ച കാര്യമായിരുന്നു ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, അല്ലേ? ഒരു കോമൺ നമ്പർ കൂടി വരികയോ അല്ലെങ്കിൽ ഒരു കോമൺ നമ്പർ കുറഞ്ഞു വരികയാണ് എങ്കിൽ അങ്ങനെയുള്ള സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു. ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് എങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കുന്നത്? അടുത്തടുത്താണ് ടേമെങ്കിൽ, ഇപ്പൊ 2, 4, 6, 8 ഇങ്ങനെ പോകുന്നതിനകത്ത് കോമൺ ഡിഫറൻസ് കാണാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ആ വരുന്ന ടേമിൽ രണ്ടാമത്തെ ടേമിൽ നിന്നും ആദ്യത്തെ ടേമിനെ കുറച്ചാൽ മതി. ഇവിടുത്തെ രണ്ടാമത്തെ ടേം 4 ആണ്, ആദ്യത്തെ ടേം 2 ആണ്. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതായത് തൊട്ടടുത്ത് രണ്ട് ടേമുകൾ ഉണ്ടെങ്കിൽ അവസാനം വരുന്നതിൽ ആദ്യത്തേനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? കോമൺ ഡിഫറൻസിന് കിട്ടും. ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഉണ്ടെങ്കിലേ അയാൾ ആരാകത്തുള്ളൂ? അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാകത്തുള്ളൂ. ഇത്രയും കാര്യം പക്കയാണെന്ന് കരുതുന്നു. അടുത്തടുത്ത് രണ്ട് ടേമുള്ള കാര്യമാണ്. ഒരു ടേം 5-മതും മറ്റൊരു ടേം 10-മതുമാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസിനെയും കാണണം. അത് കാണുന്ന രീതി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടാ പോയത്. അതുമായിട്ടുള്ള മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നു. അതായത് കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആരാണ്? പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ ടേമുകൾ അടുത്തടുത്തല്ല എങ്കിൽ ആ ടേമുകളെ കണ്ടുപിടിക്കാനുള്ള രീതി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണുന്ന രീതി എന്താണ്? ടേമുകളുടെ ഡിഫറൻസ് കാണുക, പൊസിഷൻ ഡിഫറൻസും ഡിവൈഡ് ചെയ്യുക. പിന്നെ കോമൺ ഡിഫറൻസ് കിട്ടിയാൽ പിന്നെ ബാക്കി കാണാൻ എളുപ്പമാണല്ലോ. ഇത്രയും കാര്യം പക്കയാണെന്ന് കരുതും. നമുക്ക് ബാക്കി ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിച്ചോ, എന്താ നമുക്കൊന്ന് വായിക്കാം. The two terms in a specific position of a sum arithmetic sequence are given. രണ്ട് ടേമുകളെ താഴെ കൊടുത്തിട്ടുണ്ട് അവർ. അത് അടുത്തടുത്ത ടേം അല്ല, സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസുകളുള്ള രണ്ട് ടേമുകളെ അവർ തന്നിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? അത് ഉപയോഗിച്ച് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. താഴെ പറയുന്ന ഓരോന്നിന്റെയും ആദ്യത്തെ 5 ടേമുകളെ നമ്മൾ കണ്ടുപിടിക്കണം. പക്കയാണെന്ന് കരുതുന്നു. നമുക്ക് 5 ടേമുകളെ കാണുന്ന രൂപത്തിലേക്ക് ഒന്ന് പോയാലോ? ഇപ്പൊ കണ്ടുപിടിക്കാടാ. ആദ്യത്തെ ചോദ്യം എന്താ മക്കളെ ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ടേം, മൂന്നാമത്തെ പദം 34ഉം 6th ടേം ആറാമത്തെ പദം 67ഉം. രണ്ട് ആൾക്കാരെ കിട്ടി. ഒന്ന് മൂന്നാമത്തെ ടേമാണ്, ഒന്ന് ആറാമത്തെ ടേം. പക്കയായി പഠിച്ചോണേ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണം. കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ബുക്കിനകത്ത് അങ്ങ് എഴുതുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി പഠിച്ചു പോവുക കൂടെ. ഓക്കെ, ഇതേ. അപ്പൊ മൂന്നാമത്തെ ടേമും ആറാമത്തെ ടേമും അടുത്തടുത്താണോ? അല്ല. ഒരാൾ 3ഉം ഒരാൾ 6-മതും. അപ്പൊ ഇതിനകത്ത് കോമൺ ഡിഫറൻസ് ഉണ്ട്. സോ കോമൺ ഡിഫറൻസ് കാണുന്ന രീതി നമ്മൾ നേരത്തെ പഠിച്ചു. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ആറാമത്തെ ടേം ആരാണെന്ന് നോക്കുക. ആറാമത്തെ ടേം ആരാ? 67. ആ 67-ൽ നിന്നും തൊട്ട് മുന്നേ കിടക്കുന്ന ആള് മൂന്നാമത്തെ ടേം ആയിട്ടുള്ള 34-നെ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷന്റെ ഡിഫറൻസ്. എത്രാമത്തെ ടേം ആയിരുന്നു ആദ്യം കിടന്നത്? ആറാമത്തെ ടേം. മൈനസ് എത്രാമത്തെ ടേമാ? മൂന്നാമത്തെ ടേം. ഒക്കെ അല്ലേടാ? ക്ലിയർ അല്ലടാ പറഞ്ഞ? അപ്പൊ രണ്ട് ടേമുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ രീതി എങ്ങനെയാടാ? ഫസ്റ്റ് ആ ടേമുകൾ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാ? 67 എന്ന നമ്പറിൽ നിന്ന് ആരെ കുറയ്ക്കുക? 34-നെ കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ 6 - 3. ക്ലിയർ ആണേ? പക്കയാണേ? ബാക്കിയിലേക്ക് പോടാ. ഡി ഈസ് ഈക്വൽ ടു 67 34-നെ കുറയ്ക്കാം. 7 4 പോയാൽ 3, 6 3 പോയാലും 3, 33. ഡിവൈഡഡ് ബൈ 6 - 3 3. പക്കയാണേ? 33-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര എന്ന് കിട്ടും? നമുക്ക് 11 കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിലായി. ഇനി നമുക്ക് വേണ്ട എന്തോ? ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമുകളെയാ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കിട്ടിയ കോമൺ ഡിഫറൻസിനായ സംശയമൊന്നുമില്ല. 11 കിട്ടിയത്. ഇക്വേഷൻ ക്ലിയർ ആണല്ലോ? ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ അത് വെച്ച് നമ്മൾ ഡി എ കണ്ടുപിടിച്ചു. ഡി എ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 ടേം വേണം. ഈ 5 ടേം നമ്മൾ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ മക്കളെ നോക്കടാ. നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേം ഇല്ല. വേണ്ട, നമുക്ക് ഡാഷ് വരയിടാം. ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല. പക്ഷെ ആരുണ്ട്? തേർഡ് ടേം ഉണ്ട്. എത്ര? 34. അപ്പൊ തേർഡ് ടേം എഴുതാം. 4th ടേം ഇല്ല, 5th ടേം ഇല്ല. ഇവിടെ 6th ടേം ഉണ്ട്. അത് വേണേ എഴുതിയാൽ മതി. കാര്യം നമുക്ക് 5 ടേമുകളെ കണ്ടുപിടിച്ചാൽ മതി.
അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം ഇല്ലടാ, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത് ടേം ഇല്ല. ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ? ഇതാ നമുക്കിപ്പോ ഒരു കാര്യം അറിയാം, ഡി എന്ന് പറയുന്നയാള് 11 എന്ന് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാ മക്കളെ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു, ഒരു കോമൺ ഒരു ടേം മുന്നോട്ടാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ പ്ലസ് ചെയ്യുകയും പുറകിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യുക? മൈനസ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ 34 നിന്ന് എനിക്ക് പുറകിലേക്കാടാ വരണം. 34 ആരെ കുറച്ചാൽ മതി? 11 ഞാൻ കുറച്ചാൽ മതി. 34 11 കുറച്ചാൽ എത്ര കിട്ടും? 23 കിട്ടും. അപ്പൊ സെക്കൻഡ് ടേം ആയി. ഇനി അടുത്ത ടേമിനെ കാണുക, സെയിം പരിപാടി, പുറകിലേക്ക് വരികയാ, കുറയ്ക്കടാ. 23 ആരെ കുറയ്ക്കുക? 11 കുറയ്ക്കടാ. അപ്പൊ എത്ര കിട്ടും? 12 എന്ന് വരും. 2 1 കുറച്ചാൽ 1, 3 1 കുറച്ചാൽ 2. എളുപ്പമുള്ള മാർഗ്ഗമല്ലേ? 12 കിട്ടി. അടുത്ത കൂട്ടും 23 കിട്ടി, 34 കിട്ടി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കോമൺ ഡിഫറൻസിനെ കൂട്ടണം. അത് 34 ആരെ കൂട്ടുക? പ്ലസ് 11 കൂട്ടുക. അപ്പൊ എത്ര കൂടാം? 45 എന്ന് വരും. 45. അടുത്ത കിട്ടണമെങ്കിൽ വീണ്ടും പ്ലസ് 11 കൂട്ടുക. 45 പ്ലസ് 11 എത്ര? 4 1 കൂട്ടി 5, 56 എന്ന് വരും. ഫൈനൽ ആൻസർ ആയി. ഇവിടെ ഒന്നുകൂടെ താഴെ എടുത്തെഴുതി കൊടുക്കാം. നമ്മുടെ അടുത്ത ഒരു സീക്വൻസ് സമാന്തര ശ്രേണി ആരൊക്കെയാ വരുന്ന? 12, അടുത്തത് 23, അടുത്ത 34, അടുത്ത 45, ലാസ്റ്റ് 56. കാരണം നമുക്ക് ഇത്രയല്ല, ഇനി ടേം അങ്ങോട്ടുണ്ട്, നമുക്ക് 5 ടേം മതി എന്നാണ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണേ? പക്കയാണേ പറഞ്ഞ കാര്യം? പക്കയാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്താ പറഞ്ഞേക്കുന്ന? തേർഡ് ടേം എന്ന് പറയുന്നത് 43. അടുത്ത ചോദ്യം പറയുന്നത് തേർഡ് ടേം 43. പിന്നെന്താടാ വന്നേക്കുന്ന? സിക്സ്ത് ടേം 76. എങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ, ഡി കാണുന്നത് എങ്ങനെ ആയിരിക്കും? പറഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ എങ്ങനെയാ? ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസും ഡിവൈഡ് ചെയ്യണം. വീണ്ടും ഞാൻ ഇക്വേഷൻ എഴുതുന്നത് ഡയറക്റ്റ് അങ്ങ് വാല്യൂ കൊടുക്കാം. ടേം ഡിഫറൻസ് ആരാടാ? 76 നിന്ന് 43 കുറയ്ക്കണം ബൈ 76 നിൽക്കുന്ന പൊസിഷൻ. 76 എത്രാമത് നിൽക്കുന്നത്? 6ാമത്. അപ്പൊ 6 മൈനസ് 43 നിൽക്കുന്ന പൊസിഷൻ. 43 നിൽക്കുന്ന എത്രാമതാ? 3ാമത്. 6 മൈനസ് 3. ക്ലിയർ ആണേ? പക്കയാണേ? ചെയ്തോണേ. നിങ്ങൾ എഴുതുക, വെറുതെ കണ്ടുകൊണ്ടിരിക്കലും. മാത്തമാറ്റിക്സ് ആണ്, കണക്കാണ് വിഷയം. കയ്യിൽ ബുക്ക് എടുക്കുക. ഈ പറയുന്ന ഓരോ ചോദ്യം ബുക്കിലേക്ക് എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉള്ള ചോദ്യം തന്നെയാണ് എങ്കിൽ നിങ്ങളുടെ ബുക്കിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെ തേർഡ് ടൈം സിക്സ് ടൈം എന്ന് എഴുതിയാലും മതി. ഞാൻ ചെയ്യുന്ന രൂപത്തിൽ ചെയ്തു വരിക. അപ്പോഴേ കൈ കിട്ടും. കാരണം ഇത് പഠിച്ചേ പറ്റൂ. കാരണം ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആടാ. നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, എന്ത് കുന്തം വന്നാലും ഈ എക്സാമുകൾക്കെല്ലാം ഷുവർ ആണ് മക്കളെ ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഏതെങ്കിലും 2 ടേം എന്ന് വെച്ചാൽ ഇതേ ചോദ്യം തന്നെ അവന്മാർ കോപ്പി പേസ്റ്റ് ചെയ്ത് തരുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതേ മോഡൽ കണക്ക് ചെയ്യുന്ന രീതി എല്ലാം സെയിം ആണ്. 2 ടേമുകൾ എൻറ്റയർലി ഡിഫറൻറ്റ് സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരെ തന്നിട്ട് അവിടെ ഒന്ന് കോമൺ ഡിഫറൻസ് കാണാനോ അല്ലെങ്കിൽ ഇത്ര ടേമുകളെ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഓരോന്ന് ചെയ്തു പോവാം. ഇവിടെ നേരത്തെ പരിപാടി തന്നെ 6 നിന്ന് 3 കുറച്ചാൽ 3 കിട്ടും. 7 4 കുറച്ചാലും 3 കിട്ടും. 33. പെട്ടെന്ന് കുറയ്ക്കാമല്ലോ. ഡിവൈഡഡ് ബൈ 3. 33 3 കൊണ്ടായിരിച്ചാൽ എത്ര കിട്ടിയടാ? 11 കിട്ടി. പഴയ പരിപാടി. ഇതേ ഫസ്റ്റ് ടേം ഇല്ല, ബ്ലാക്ക് വെച്ചില്ല. സെക്കൻഡ് ടേം ഇല്ല. തേർഡ് ടേം ഉണ്ട്, 43. ഫോർത്ത് ടേം ഇല്ല. ഫിഫ്ത് ടേം ഇല്ല. സിക്സ്ത് ടേം 76 ഉണ്ടത് വേണം എഴുതി കൊടുത്തേക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ആദ്യത്തെ 5 ടേമിനെ കണ്ടുപിടിച്ചാൽ മതി എന്നാ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും വരെ എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, തിരിച്ചു വരാം. 43 കിട്ടിയല്ലോടാ. തൊട്ട് മുമ്പിലുള്ള ആളെ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം. 43 11 കുറച്ചാൽ കോമൺ ഡിഫറൻസ് ആണ് കുറയ്ക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ കുറയ്ക്കുകയും മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുകയും ചെയ്യണം. 43 11 കുറച്ചാൽ എത്ര കിട്ടൂടാ? 32. വീണ്ടും 32 11 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 21. മുന്നോട്ട് വരുമ്പോൾ കൂട്ടുക. 11 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 54. ഇവിടെ കൂട്ടുമ്പോൾ എത്ര? 54 11 കൂട്ടിയാൽ 65. വീണ്ടും 11 കൂട്ടി എത്ര കിട്ടും? 76 കിട്ടും. ക്ലിയർ ആണേ? പക്കയാണേ? അപ്പൊ ടേം ഡിഫറൻസ് വെച്ചും പൊസിഷൻ ഡിഫറൻസും വെച്ച് കണ്ടുപിടിക്കുന്ന ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോടാ? പറഞ്ഞ രണ്ടാമത്തെ കണക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ കണക്കിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? തേർഡ് ടേം 2ഉം ഫിഫ്ത് ടേം 3ഉം. തേർഡ് ടേം 2, തേർഡ് ടേം 2, ഫിഫ്ത് ടേം 3. ഇങ്ങനെ പറഞ്ഞെഴുതി നമ്മുടെ മൈൻഡും കൂടെ എന്ത് ചെയ്യുക? റീഡ് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് കണക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഡി കാണണം. ആരി 4 കുറയ്ക്കേണ്ട? 3ൽ നിന്ന് 2നെ കുറയ്ക്കണം. 3ൽ നിന്ന് 2നെ കുറച്ചു. 3 നിൽക്കുന്ന പൊസിഷൻ, 3 നിൽക്കുന്ന എവിടെ? 5ാമത്. ദെൻ 2 നിൽക്കുന്ന പൊസിഷൻ എത്രാമതാ? 2ാമത്. സോ 5 മൈനസ് 2. 3 നിന്ന് 2 പോയ എത്രടാ? 1. 5 നിന്ന് 2 പോയ എത്ര? 3 അല്ലേ? സോറി, ഞാൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? ശ്രദ്ധിച്ചാ
ഞാൻ പെട്ടെന്ന് ആ രണ്ടെന്ന ടേം കണ്ടങ്ങ് എഴുതിപ്പോയതാ. അതായത് തേർഡ് ടേം അല്ലേടാ. അപ്പൊ ഇവിടെ വരുന്ന ആള് 3 അല്ല, സോറി 2 അല്ല, ഇവിടെ വരുന്ന ആരാ 3 വരേണ്ടത് കേട്ടോ. ഇവിടെ 2 അല്ല വരേണ്ടത്, ഇവിടെ വരുന്ന ഏതാ 2 ആണ്. 5 3 2. ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പൊസിഷന് ഡിഫറൻസ് എഴുതിയപ്പോൾ 2 താഴെ എഴുതി കൊടുത്തു. 2 അല്ല, അവിടെ നമ്മുടെ ലാസ്റ്റ് പൊസിഷൻ 5-മതും അടുത്ത പൊസിഷൻ 3-മതും. അപ്പൊ 5 3 കുറയ്ക്കേണ്ടത്. അപ്പൊ 1/2 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഹാഫ് എന്ന് പറയാം, അര അല്ലെങ്കിൽ 0.5. ആ 0.5 എന്ന് വേണം എഴുതാം, അല്ലെങ്കിൽ ഹാഫ് എന്ന് എഴുതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒരേ ആൻസർ ഒക്കെ തന്നെ വരുന്നത്. സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മൾ നേരത്തെ അതേ പരിപാടി. ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഉണ്ട് 2, ഫോർത്ത് ടേം ഇല്ല. പക്ഷെ ഇവിടെ ആരുണ്ട്? ഫിഫ്ത്ത് ടേം ഉണ്ട്. അതാരാ? 3. ക്ലിയർ ആണേ? ഓക്കെ ആണോ? ഇനി എഴുതാൻ എന്താടാ പാട്? 2 ഉണ്ടറാ. 2ന്റെ തൊട്ട് മുന്നുള്ള ആളെ കാണണമെങ്കിൽ 2ൽ നിന്ന് ഈ അരയും കുറച്ചാൽ മതി. 2ൽ നിന്ന് ഹാഫിനെ കുറയ്ക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ബുദ്ധിമുട്ടുന്ന ആവശ്യമല്ലോ ഉണ്ടോ? ഒരു തേങ്ങയും ഇല്ല. 2ൽ നിന്ന് ഹാഫ്, 2 കിലോ അരിയിൽ നിന്നും 1/2 കിലോ അരി കുറച്ചാൽ എത്ര കിട്ടും? 1.5 കിലോ. സെയിം പരിപാടി. 2ൽ നിന്ന് 1/2 കുറച്ച് എത്രടാ? 1.5. അപ്പൊ 1.5 എഴുതിയാൽ പോരെ. അല്ലെങ്കിൽ 1.5 എന്ന് എഴുതിയാലും മതി 1.5ക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടും 1.5 അങ്ങനെ എഴുതിയോ, മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തിന്റെ രൂപത്തിൽ എഴുതിയാലും 1.5 എന്ന് എഴുതിയാൽ എല്ലാം ഒന്ന് തന്നെ ആടാ, വിഷയമൊന്നുമില്ല. ഓക്കെ. ദെൻ അടുത്ത വീണ്ടും 1.5ൽ നിന്ന് വീണ്ടും പുറകിലേക്ക് പറഞ്ഞെങ്കിൽ വീണ്ടും ഹാഫിനെ കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 1.5 കിലോ 1/2 കിലോ പോയാൽ എത്ര? 1 കിലോ അരിയല്ലേ, ഇപ്പൊ 1 വരും. ഓക്കെ. ദെൻ മുന്നോട്ട് വരുമ്പോൾ 2ന്റെ കൂടെ അരയെ കുറയ്ക്കുമല്ല, മുന്നോട്ട് സീക്വൻസ് പോകുമ്പോൾ കൂട്ടുകയും പിറകിലേക്ക് വരുമ്പോൾ കുറയ്ക്കുക. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ എന്താ നമ്മൾ കൂട്ടണം? 2ന്റെ കൂടെ ഹാഫിനെ കൂട്ടി എത്ര കിട്ടും? 2 and half, 2.5 എന്ന് വരും. അടുത്ത ആര കൂട്ടിയ 3 അല്ലേ വന്നപ്പോൾ നമ്മൾ എഴുതിയ സീക്വൻസ് തെറ്റൊന്നുമില്ല. ഒന്നുകൂടെ താഴോട്ട് ഇവിടെ എടുത്തെഴുതി കൊടുക്കാം. 1 1 and half, 2 2 and half, 3. ഇനി ഇത് കുറച്ച് നമുക്ക് എന്താണ് സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതണമെങ്കിൽ അതും ഉണ്ടാ നമുക്ക്. ഞാൻ ഇത് എളുപ്പമുള്ള മാർഗത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്ന രൂപമാണ് പറഞ്ഞത്. സ്റ്റെപ്പ് വൈസ് ഇപ്പൊ എഴുതുവാണെങ്കിൽ നമുക്ക് ഡി കിട്ടി. ഡി എത്ര കിട്ടിയ? നമുക്ക് 1/2 കിട്ടിയായിരുന്നു. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പ് വൈസ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ടേം ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തേർഡ് ടേമാ. തേർഡ് ടേമിൽ എഴുതുന്ന സിമ്പിൾ എങ്ങനെയാ? x3. തേർഡ് ടേം നമ്മുടെ ഉണ്ടായിരുന്ന എത്ര ആയിരുന്നടാ? തേർഡ് ടേം 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനെ കാണണമെങ്കിൽ ഈ തേർഡ് ടേമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസിനെ കുറച്ചാൽ മതി. അപ്പം x3 എന്ന് വെച്ചാൽ 2 ആടാ. 2ൽ നിന്ന് ഒരു ഡിയെ കുറയ്ക്കുമ്പോൾ 1/2 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2ൽ നിന്ന് 1/2 കുറയ്ക്കാൻ ക്രോസ് ഒന്നും ചെയ്യേണ്ട, എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു 1.5 എന്ന് വരും. അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇടുന്ന 1.5 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 2 കൂടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കിട്ടി. ഇനി ഫസ്റ്റ് ടേമിനെ കാണുമെങ്കിൽ സെയിം പരിപാടി. സെക്കൻഡ് ടേമിൽ കിട്ടിയതിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസിനെ കുറയ്ക്കുക. അതായത് 1 and half-ൽ നിന്നും ഒരു അരയെ കുറയ്ക്കുക. 1.5 നിന്ന് 1/2 പോയാൽ എത്ര കിട്ടും? 1 കിട്ടും. പക്ക. ഇനി തേർഡ് ടേം അവിടെ ഓൾറെഡി ഉണ്ട്. ഫോർത്ത് ടേമിനെ കണ്ടാൽ മതി. ഫോർത്ത് ടേമിനെ കാണണമെങ്കിൽ തേർഡ് ടേമിന്റെ കൂടെ ഡിയെ കൂട്ടണം, കുറയ്ക്കുമല്ല കൂട്ടണം. തേർഡ് ടേം എന്ന് പറയുന്നത് 2 ആണടാ. ഡി എന്ന് പറയുന്നത് ഹാഫ്. അപ്പൊ 2 + half എത്ര കിട്ടും? 2 and half എന്ന് കിട്ടും. ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഇംപ്ലൈസ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഫസ്റ്റ് ടേം നമുക്ക് എത്ര കിട്ടിയത്? 1. സെക്കൻഡ് ടേം കിട്ടിയ 1 and half. തേർഡ് ടേം കിട്ടിയ 2. ഫോർത്ത് ടേം 2 and half. അടുത്ത 3 ആണ് നമുക്ക് നേരത്തെ അറിയാം. ഇങ്ങനെ എഴുതി കംപ്ലീറ്റ് ആക്കിയാലും മതി. ഇതാണ് സ്റ്റെപ്പ് വൈസ് നമ്മൾ എഴുതി കൊടുക്കുന്ന രീതി. ഓക്കെ ആണോ? ഇതും പക്കയാണല്ലോ. മറ്റേ നമ്മൾ ലോജിക്കലി അല്ലാതെ കുറച്ച് ലോജിക്കായിട്ട് എഴുതി കൊടുക്കുന്ന രീതി. മാർക്ക് അനുസരിച്ച് ആ രൂപത്തിൽ എഴുതി കൊടുത്താൽ മതി. പക്കയാണെന്ന് കരുതുന്നു. ഇതിൽ 4-മത്തെ ഒരു ചോദ്യം ഉണ്ട് മക്കളെ. ഈ ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കണം ഹോംവർക്ക് ആയിട്ട്. അപ്പോൾ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ അല്ലേ ഇരുന്ന് വീഡിയോ കാണുന്നത്, പിന്നെ നമുക്ക് വീണ്ടും ഹോംവർക്കോ അതല്ലടാ. നമ്മളല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു വർക്ക്, ഇതിന്റെ ഉത്തരം എന്താണ് അല്ലെങ്കിൽ സീക്വൻസ് എന്താ, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ചോദിക്കാം. മാത്സുമായി ബന്ധപ്പെട്ടോ ഫിസിക്സുമായി ബന്ധപ്പെട്ടോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടോ എന്ത് കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് ഇതിനകത്ത് താഴെ ചോദിക്കാവുന്നേ ഉള്ളടാ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിയല്ലോ ഞാൻ, മറിച്ചിഞ്ഞ് വന്നു. ചോദ്യം എന്താ? 5th ടേം 7-ഉം 7th ടേം 5-ഉം. വാ ചെയ്യാം. 5th ടേം 7-ഉം 7th ടേം 5-ഉം. ഫസ്റ്റിൽ നമുക്ക് ആരെയാ കാണേണ്ടത്? കോമൺ ഡിഫറൻസ് ആണേ കാണേണ്ടത്. സോ ഡി കാണാം. ഡി കാണാൻ എന്താ ചെയ്യേണ്ട? ചാടിക്കേറി ഇവിടെ വലുതിയും ചെറുതൊന്നും കുറയ്ക്കാൻ നിൽക്കില്ല. നമ്മൾ ഇത്ര നേരം കണക്കിനകത്ത് എല്ലാം വലുതിയും ചെറുതിന്റെ ആ രൂപത്തിലാണ് പോയത്. അതൊന്നും നമ്മുടെ ഈ അരത്തണ സീക്വൻസിനകത്ത് ഇല്ല. ലാസ്റ്റ് വരുന്ന ടേം ആരാണോ അതിന് തൊട്ട് മുമ്പിലുള്ള ടേമിൽ നിന്ന് കുറയ്ക്കുക. അതാ ലോജിക്. ഇപ്പൊ ലാസ്റ്റ് വരുന്ന ടേം 5 അപ്പൊ 5-ൽ നിന്ന് ആരെ കുറയ്ക്കണം? 7-നെ കുറയ്ക്കണം. ഡിവൈഡഡ് ബൈ 5 കിടക്കുന്ന പൊസിഷൻ എത്രാമതാ? 7. ഇനി 7 കിടക്കുന്ന പൊസിഷൻ എത്രാമതാ? 5. അപ്പൊ 7-ന് 5-നെ കുറയ്ക്കണം.
പക്കയാണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ എന്താ പറഞ്ഞു തന്നത്? ആ വന്നേക്കുന്ന ലാസ്റ്റ് ടൈം 5 ആടാ. ആ 5ൽ നിന്ന് 7 കുറയ്ക്കുക. അല്ല വലുതും ചെറുത് കുറയ്ക്കുക എന്നൊന്നും പഠിച്ചു വെക്കരുത്, മൈൻഡ് കയറ്റിക്കോണം. ലാസ്റ്റ് വരുന്ന ടേമിൽ നിന്നും അതിന് തൊട്ട് മുന്നിൽ പറയപ്പെടുന്ന ടേമിനെ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ആ ലാസ്റ്റത്തെ ടേമിന്റെ പൊസിഷനിൽ നിന്നും അത് തൊട്ട് മുമ്പുള്ള ടേമിന്റെ പൊസിഷൻ കുറയ്ക്കുക. 5ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 2 ആണോ? വെറും 2 അല്ല. ഒരു നമ്പർ പോസിറ്റീവും മറ്റൊരു നമ്പർ നെഗറ്റീവും ആണെങ്കിൽ വലിയതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കണം. അപ്പൊ 5ൽ നിന്ന് 7നെ കുറയ്ക്കുന്ന രീതി എങ്ങനെയാ? 7ൽ നിന്ന് 5നെ കുറയ്ക്കുക. 7ൽ നിന്ന് 5 കുറച്ചാൽ 2 വരുവടാ. 7ൽ നിന്ന് 5 കുറച്ചാൽ 2 വരും. ആടെ ചിഹ്നം കൊടുക്കണം, വലുതിന്റെ ചിഹ്നം. വലുതിന്റെ ചിഹ്നം എന്തുവാ? മൈനസ്. സോ -2 ഡിവൈഡഡ് ബൈ 7ൽ നിന്ന് 5 പോയാൽ 2. -2 ഡിവൈഡ് ബൈ 2 എന്താ? 2 ഡിവൈഡ് ബൈ 2 ചെയ്യുക. 1 കൂടെ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. ക്ലിയർ? പക്കയാണെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താ? ആദ്യത്തെ 5 ടേം കാണണമല്ലോ, കാണാതിരിക്കാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ടേം നമ്മുടെ ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഇല്ല. പക്ഷെ 5th ടേം ഉണ്ട്, അത് 7 ആണ്. ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്. ഈ ചോദ്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടു. ഈ സാധനം ഇത് പക്ക ചോദ്യമാണ്. മക്കൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സാധനം പഠിക്കാതിരിക്കാൻ വേറെ വഴിയില്ല. കാരണം ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അവന്മാർ പല രൂപത്തിൽ ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംഖ്യകൾ മാറ്റി. അപ്പൊ നിങ്ങൾ ചെയ്യണം. നമ്മൾ ഇത്ര നേരം ചെയ്ത കണക്കിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ കാര്യം നമ്മുടെ 5ാമത്തെ ടേം ഉണ്ട്. 5ാമത്തെ ടേമാണ് 7 എന്ന് പറയുന്നത്. എനിക്ക് 4ാമത്തെ ടേമിനെ കാണണം. 4ാമത്തെ ടേമിനെ കാണാൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഒരു ടേമിൽ നിന്നും പിറകിലേക്കാണ് വരണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ടേമിൽ നിന്നും കോമൺ ഡിഫറൻസിനെ കുറയ്ക്കണം, കൂട്ടുവല്ല കുറയ്ക്കണം. ഓക്കെയാണേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ 5ാമത്തെ ടേം എന്ന് പറയുന്നത് 7. അപ്പൊ 7ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണോടാ? കുറയ്ക്കണം. ആരെയാ കുറയ്ക്കേണ്ടത്? വെറും ഡീനെ അല്ല. ഇവിടുത്തെ ഡി എന്ന് പറയുന്നയാൾ ആരാ? -1. മക്കളെ നിങ്ങൾ കുറച്ച് വെക്കേണ്ട ആളെ ഡി എന്ന് പറയുന്നയാൾ -1. അപ്പൊ ഈ ഡിയുടെ സ്ഥാനത്ത് നമുക്ക് -1 വരുന്നത്. ചാടിക്കേറി 7ൽ നിന്ന് 1 കുറച്ച് 6 അങ്ങ് എഴുതി വെക്കലും ഉത്തരപ്പഴേ പോയി കിട്ടും. മാർക്ക് അവിടെ നിന്ന് ഗോപി വരച്ചോണം. സോ അതുകൊണ്ട് ചെയ്യണം. നമുക്ക് 5ാമത്തെ ടേം ഉണ്ട്. 4ാമത്തെ ടേമിനെ കാണണമെങ്കിൽ ഈ 5ാമത്തെ ടേമിൽ നിന്ന് 4ാമത്തെ ടേമിനെ കുറയ്ക്കുക. 5ാമത്തെ ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 5ാമത്തെ ടേം 7 എഴുതി, കുറയ്ക്കുന്ന ചിഹ്നം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന ചിഹ്നം കൊടുത്തു. അടുത്ത -1, കാരണം കോമൺ ഡിഫറൻസ് -1. 2 മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ നടുക്കത്തെ ചിഹ്നം പ്ലസ് ആയി മാറൂടാ. 7 + 1 എത്ര എന്ന് കിട്ടും? 8 എന്ന് കിട്ടും. പക്കയാണേ? ചാടിക്കേറി 7ൽ 1 കുറച്ച് 6 എന്ന് എഴുതി വെക്കല് ഇവിടെ തെറ്റിക്കാനുള്ള കാരണം അതാ. അതുകൊണ്ട് അവന്മാർ ഇത് കൂടുതൽ വട്ടം ചോദിക്കാൻ സാധ്യത കൂടുതലെന്ന് പറയാൻ കാര്യം. ഓക്കെ, ഇനി 3ാമത്തെ ടേമിനെ കാണുമെങ്കിൽ സെയിം പരിപാടി. എന്ത് ചെയ്യുക? ഇപ്പൊ കിട്ടിയ 4ാമത്തെ ടേമിൽ നിന്നും ഡിയിൽ കുറയ്ക്കുക. 4ാമത്തെ ടേം 8 ആടാ. കുറയ്ക്കുന്ന ചിഹ്നം കൊടുത്ത് ഡിയുടെ വാല്യൂ -1 ആടാ. 2 മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആയിട്ട് മാറൂടാ. 8 + 1 എത്ര എന്ന് കിട്ടും? 9 എന്ന് കിട്ടും. എങ്കിൽ 4ാമത്തെ ടേം പറയാണ്ട് ഇനി ഇക്വേഷൻ ആവശ്യം ഉണ്ടാടാ? വേണ്ടല്ല. 9 1 കൂട്ടി അങ്ങ് 4ാമത്തെ ടേം അല്ല, ചാടിക്ക് 4 എന്ന് പറഞ്ഞേ. 4 അല്ല, 2ാമത്തെ ടേം, സെക്കൻഡ് ടേം. സെക്കൻഡ് ടേമിൽ എഴുതാൻ നമ്മൾ ഇനി ആലോചിച്ചിരിക്കുന്ന കാര്യം ഉണ്ടാ? 9ന്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. 9 + 1 എത്ര എന്ന് കിട്ടും? 10 കിട്ടും. ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടേമിനെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൽ മതി? 10ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. 11 കിട്ടും. ഐഡിയ എന്താ? മണ്ടൊക്കെ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കോൺസെപ്റ്റും അതിന്റെ ഉത്തരം. ക്ലിയർ ആണേ? ഈ ചോദ്യത്തിനകത്തൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് ഈ ക്വസ്റ്റ്യനകത്ത്? നിങ്ങളെ നോക്കിയേ, ഞാൻ എഴുതി വെച്ചേക്കുന്ന ഈ ചോദ്യത്തിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പറ. എന്താ പ്രത്യേകത? ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുവാടാ. അതായത് 5ാമത്തെ ടേം 7, 7ാമത്തെ ടേം 5 അല്ലെ? ഒരു ഓർഡറിൽ പോയേക്കും. അങ്ങനെ വന്നേക്കുകയാണെങ്കിൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വേറെ ചോദ്യം പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ എന്താടാ MCQ ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അവിടെ കിട്ടുമാർക്ക് ഇത് കയറ്റാം. അപ്പൊ നിങ്ങൾ ലോജിക്കലി ഇത് ആലോചിച്ചിന് സമയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സംഭവം ഇതാടാ, 10ാമത്തെ ടേം 15ഉം 15ാമത്തെ ടേം 10. തിരിഞ്ഞും മറിഞ്ഞും വന്നേക്കുമല്ലേ? 10ാമത്തെ ടേം 15, ആ 15ാമത്തെ ടേം 10. അങ്ങനെ വരുന്ന ചോദ്യത്തിനകത്തെല്ലാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. പഠിച്ചു വെച്ചു. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കോ. അതായത് 8ാമത്തെ ടേം 7ഉം 7ാമത്തെ ടേം 8ഉം. ഇങ്ങനെ വന്നാലും ഉറപ്പിച്ചു വെച്ചോ മക്കളെ, ഡി എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ താഴെ എഴുതുന്ന ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ. 11ാമത്തെ ടേം 7 ആണ്, 7ാമത്തെ ടേം 11 ആണ്. എന്താണെന്ന് നിങ്ങൾ വിളിച്ചു പറയേണ്ട, താഴത്തെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ഡിയുടെ വാല്യൂ. ഇത് MCQ ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാം. അല്ല എങ്കിൽ എങ്ങനെയും ചോദിക്കാം. നമ്മളുടെ
അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കാം ഈ സാധനം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ വെറുതെ കാണാ പഠിച്ചു കൊണ്ടുകൊണ്ട് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത്രയും ലളിതമായി പഠിക്കാനുള്ള കാര്യമുള്ള മാത്തമാറ്റിക്സിനകത്ത്, അല്ല വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഐഡിയ ഫസ്റ്റ് മനസ്സിൽ കൊണ്ടുവരിക. ഐഡിയ കിട്ടിയാൽ പക്കയാണ് നമുക്ക് മാത്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇത്രയും ചോദ്യം ക്ലിയർ ആണെന്നും വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് മുതൽ ഇപ്പം ഞാൻ അവസാനം പറഞ്ഞു നിർത്തി ഈ കണക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് നിങ്ങൾ എഴുതി പഠിച്ചോണം. ഓക്കെ, അതുപോലെ ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട്. ഏതാ ഹോംവർക്ക്? ഈ 4ാമത്തെ ചോദ്യം ഹോംവർക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യം പക്കയാണെന്ന് കരുതുന്നു. അടുത്ത പാർട്ട് വീഡിയോയുമാണ് നമ്മൾ അടുത്ത ദിവസം എത്തുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടോ എങ്കിൽ ചോദിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ സംശയങ്ങളുമാണ് ഞങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോകൾ ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതെന്ത് ചെയ്യുക, കാണുക, മാക്സിമം കുട്ടികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളിപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. മക്കളെ നിങ്ങളും കാണുക, നല്ല വീഡിയോ ആണ്, അതിനകത്ത് നിങ്ങൾക്ക് പക്കയുടെ മാത്സ് പഠിക്കാൻ പറ്റും. നമ്മൾ ഓണ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ ലൈവ് ക്ലാസ് മറ്റേക്കായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്കയായിട്ട് ഈ കാര്യം ചോദിച്ച് കണ്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇതുവരെയായിട്ട് മാത്സിന് A+ കിട്ടിയില്ലേ നിങ്ങൾ മറന്നേക്കടാ. ഈ 10ാം ക്ലാസ്സിൽ ഇവിടം തൊട്ട് നിങ്ങൾ ഓരോ ടൈമിൽ എക്സാമിന് നമുക്ക് A+ ഞങ്ങൾ മേടിച്ച് കയറ്റി തന്നിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.